കുണ്ടായിത്തോടിൽ പ്രവർത്തിച്ചു വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ചിൽ നടന്നുവരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ മെയിൻ്റനൻസ് ട്രെയിനിംഗ് കോഴ്സിന്റെ ബിരുദദാനം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ വൺ ഡേ പാലസ് ഹോട്ടലിൽ നടന്നു. ബിരുദദാന പരിപാടി എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ സി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു നിശബ്ദ വിപ്ലവം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ മുൻനിര പോരാളികളാകാൻ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം മിടുക്കരായ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ ദിനം. ലോകം ഇന്ന് ഹരിത വിപ്ലവം, ഗ്രീൻ എനർജിയിലേക്ക് ചുവട് മാറുകയാണ്. പരിസ്ഥിതി മലിനീകരണം ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമല്ല, ഇന്ധനവില ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു മുക്തി നേടിക്കൊണ്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഒരു കാലഘട്ടമാണ്. ഞാനും ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഒരു ഉപഭോക്താവും കൂടിയാണ്. ടൂ വീലറും അതെ. ഞാനും കുറച്ച് മുമ്പേ എന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങിയ വ്യക്തിയാണ്. മഹീന്ദ്രയുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ബുക്ക് ചെയ്തിട്ട് ഈ ആഴ്ച കിട്ടും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോഴും എനിക്ക് സംശയം മികച്ച സർവീസ് കിട്ടുമെന്നുള്ളതാണ്. എന്തായാലും എവർ പോലത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഇത്തരം ഡീലേഴ്സിലേക്ക്, സർവീസ് സെന്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മികച്ച സേവനം ഉപഭോക്താക്കൾക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. CTDS ചെയർമാൻ MP സുധീർ ബാബു മുഖ്യാതിഥിയായി. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രാസ്റ്റിക് ചേഞ്ചസ് എന്ന് പറയാം. എത്രമാത്രം ആ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. ലോകത്തിൽ ടെക്നോളജി അത്യന്തം മാറ്റത്തിലേക്ക് വന്നു. ഇന്ന് ഞങ്ങളുടെ ഒരു വലിയ ഡിവിഷൻ പ്രവർത്തിക്കുന്നത് AI-യിലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ്. എല്ലാ മേഖലയിലും നൈപുണ്യത്തിന് അതിന്റെ പ്രാധാന്യം വന്നു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ വളരെ രസകരമായിട്ട് എനിക്ക് ഇന്നലെ തോന്നിയത്, ഞാൻ ഈ റേഡിയോയിലും ടെലിവിഷനിലൊക്കെ ഇപ്പൊ ഇലക്ഷൻ നടക്കുകയാണല്ലോ, അപ്പൊ അതില് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, റേഡിയോയിലും TV-യിലും ഒക്കെ എല്ലാവരും മുമ്പോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിൽ നൈപുണ്യത്തിന്റെ വളർച്ചയാണ്. നിപുണത അഥവാ നൈപുണ്യം. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടോ, അവിടെ ജോലിയുണ്ട്. ആ സ്കില്ലാണ് നമ്മൾ വളർത്തേണ്ടത്. സ്കില്ലിന് ലിമിറ്റേഷൻസ് ഇല്ല. പ്രത്യേകിച്ച് സാറിനെ പോലുള്ള ഒരാൾക്ക് അറിയാം, സ്കില്ലിന് ലിമിറ്റേഷൻ ഇല്ല. സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 1960-കളിൽ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മൾ അതിന്റെ വലിയ മാറ്റം കണ്ടു തുടങ്ങിയത്. വിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമിക്സിന്റെ ഒരു പ്രാധാന്യം ഒരു പരിധി വരെ കുറഞ്ഞു. അതാണ് ഇപ്പൊ UGC അടക്കമുള്ള പുതിയ ഡിഗ്രികൾ, BVOC എന്ന് പറയുന്ന ഗ്രാജുവേഷൻസ് ഒക്കെ രംഗത്തിറങ്ങി. BVOC എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് വൊക്കേഷൻ ആണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് മാറി. അങ്ങനെ മാറി എന്ന് പറഞ്ഞാൽ പണ്ട് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് ഗാന്ധിജി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് അതിന്റെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊണ്ടു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രൈവറ്റ് മേഖലയിലുള്ള കമ്പനികളുടെ വളർച്ച. ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തിന്റെ പുതിയൊരു കാലത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സർക്കാർ നീതി ആയോഗ് വകുപ്പിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള CTDS-ന്റെ EB കോഴ്സ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും MP സുധീർ ബാബു നിർവഹിച്ചു. എവർ CEO NP അനീഷ് അധ്യക്ഷത വഹിച്ചു. എവർ EV സർട്ടിഫിക്കറ്റുകൾ പ്രിൻസിപ്പൽ P സന്തോഷ്, CTDS CEO K ലിജി എന്നിവർ വിതരണം ചെയ്തു. എവർ ആക്ടിവിറ്റി സർട്ടിഫിക്കറ്റുകൾ വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയവർ വിതരണം ചെയ്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും വിവിധ EV കമ്പനികളിലേക്കുള്ള എവർ പ്ലേസ്മെന്റ് കാർഡുകളുടെ വിതരണം അവരവരുടെ രക്ഷിതാക്കൾ നിർവഹിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ അവരുടെ ഫീഡ്ബാക്ക് പരിപാടിയിൽ അറിയിച്ചു. എവർ CTO മുഹമ്മദ് നവാഫ്, P ശ്രീജിത്ത്, K അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുണ്ടായിത്തോട് TKM ആർക്കേഡിലാണ് ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് പ്രവർത്തിച്ചു വരുന്നത്. CTDS-നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.ctds.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.